കുറച്ച് ദേഷ്യത്തോടെ വിളിച്ച ഒരു RSS സഹോദരനുമായിട്ടുള്ള സംസാരം. മുസ്ലിം സ്ത്രീ RSSകാരുടെ ചിത കൊളുത്തിയതിൽ പുള്ളിക്ക് ചെറിയ വിഷമവും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു. അത് അങ്ങനെയല്ല സംഭവിച്ചതെന്ന് ചില തെറ്റായ വാർത്തകൾ അദ്ദേഹം വീണുപോയിരുന്നു. സ്നേഹത്തിന്റെ, സഹോദര്യത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ ഭാഷയിൽ അദ്ദേഹത്തിനെ പറഞ്ഞ് ശരിയാക്കുകയോ അല്ലെങ്കിൽ ശരിയായ നിലപാട് സത്യം എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുകയോ ചെയ്യുക. എന്നോട് പല ആൾക്കാരും RSSനോടുള്ള നിലപാട്, നിങ്ങൾക്ക് RSSനോട് മൃദു സമീപനമാണ് തുടങ്ങിയ കാര്യങ്ങൾ പറയാറ്. എല്ലാ സംഘടനകളെ പോലെ RSSനോടും ബഹുമാനമാണ്. മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം ഒരു തീവ്ര ഹിന്ദുത്വവാദിയായ ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊന്നതിന് ശേഷം, സർദാർ പട്ടേലിന്റെ മരണത്തിന് ശേഷം RSS ഹിന്ദു സമൂഹത്തെ ഒരു പരിധി വരെ ഏകോപിപ്പിച്ച് നിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എന്നാൽ മുസ്ലിം വിരോധം പലപ്പോഴും അത് ഗാന്ധിജി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷേ ഈ മുസ്ലിം വിരോധം നമ്മുടെ രാജ്യത്തെ ശിഥിലമാക്കും എന്ന് മഹാത്മാഗാന്ധി പറയുന്നു. ഈ സഹോദരനോടും ആ ഗാന്ധിയൻ ചിന്താധാരയിൽ നിന്ന് ഹിന്ദു ഐക്യം വേണം, പക്ഷേ മുസ്ലിം വിരോധം വേണ്ട, ഹിന്ദു യൂണിറ്റി വേണം, ഇസ്ലാമോഫോബിയ വേണ്ട എന്ന പോയിന്റിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുകയാണ്. കേൾക്കുക. എല്ലാവരോടും, എല്ലാ തരത്തിൽ കടുപ്പമുള്ള നിലപാടുകളുള്ളവരോടും, അത് ഹിന്ദുത്വവാദികളാണെങ്കിലും ഇസ്ലാമിസ്റ്റുകളാണെങ്കിലും ക്രിസംഗികളാണെങ്കിലും നമ്മൾ എടുക്കേണ്ട സമീപനം സിമ്പിളാണ്. മോഡറേഷനിലേക്ക്, മിതവാദത്തിലേക്ക്, മധ്യപാതയിലേക്ക്, ഗാന്ധിയൻ പാതയിലേക്ക്, മതസൗഹാർദ്ദത്തിലേക്ക് അവരെ കൊണ്ടുവരിക. ജയ് ഹിന്ദ്. പറയണം. ഇതൊരിക്കത് ഒരു മുസ്ലിം സ്ത്രീയാണെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ആണോ? അത് 100% കറക്റ്റാണ്. ജനൻ ടിവിയിലെ വാർത്ത 100% വ്യാജമാണ്. അങ്ങനെ 100%. ഞാൻ പേടിക്കേണ്ട. സൗരം കാണി RSSകാരനാണോ? അല്ലല്ല, അതുകൊണ്ടല്ല ഞാനൊരു ആണെങ്കിൽ താങ്കൾ അറിയണം, ഒരു ഹിന്ദു മരിച്ചിട്ട്, ഒരു ഹിന്ദു സഹോദരൻ മരിച്ചിട്ട് അതിനെ കുറിച്ച് പോലും ഉളുപ്പും നാണോ ഇല്ലാതെ കള്ളം പറയുന്നവരാണ്. ഞാൻ ഇപ്പൊ ആംബുലൻസ് ഓണറിനോട് സംസാരിച്ചു. ഞാൻ നമ്പർ തരാം, നിങ്ങൾ വിളിച്ചു നോക്കിയേ. സേവാഭാരതിയിൽ ആംബുലൻസിലാണ് കൊണ്ടുപോയെന്നാണ് പറഞ്ഞത്. ഞാൻ ഇപ്പൊ ആംബുലൻസ് ഓണറിന്റെ നമ്പർ തരാം. ഞാൻ ചോദിക്കട്ടെ, ഈ സേവാഭാരതിന്റെ അവിടെ വന്നിട്ടല്ലേ സംസ്കാരം നടത്തുന്നത്? സേവാഭാരതിയുടെ അവിടെ വന്നിട്ടോ? ഒരു ക്രിമറ്റോറിയം അല്ലേ അത്? ഷേഖ് സായദ് ഫൗണ്ടേഷൻ അല്ലേ ജില്ലാ ഭരണകൂടം വിട്ടുകൊടുത്തത്? പിന്നെ സേവാഭാരതിയാണോ നടത്തിയത്? എനിക്ക് ദേഷ്യം വരുന്നത് അങ്ങയോടല്ല കേട്ടോ. കാര്യം, ഒരു ഹിന്ദു സഹോദരൻ മരിച്ചപ്പോ അതിനോട് പോലും മര്യാദ കാണിക്കുന്നില്ല മുസ്ലിം വിരോധം കാരണം. അയാളെ സേവാഭാരതി ഏറ്റെടുത്തോ? ഞാൻ ചോദിച്ചോട്ടെ, അയാളെ സേവാഭാരതി ഏറ്റെടുത്തോ? ജില്ലാ ഭരണകൂടം ജനൻ TV കാണിക്കുന്ന വാർത്ത അറിയാമോ? ജനൻ TV കാണിക്കുന്ന വാർത്തയിൽ കാണിച്ചിരിക്കുന്നത് പോലീസ് ഷേഖ് സായദ് ഫൗണ്ടേഷന് കൊടുത്തു എന്നാണ്. പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? ജനൻ TV കേസ് കൊടുത്തൂടെ? എന്തിനാണ് ഞാൻ കേസ് കൊടുക്കുന്നത്? സോഷ്യൽ മീഡിയ ഞാൻ ജനൻ TVയുടെ വാർത്തയെ പച്ചയ്ക്ക് പൊളിച്ച് എന്നാ എഴുതുന്നുണ്ട്. ഇനി സേവാഭാരതിയുടെ ഏതെങ്കിലും ആംബുലൻസിന്റെ മേലിൽ സഫാസ് എന്ന് എഴുതി വെക്കൂ, മുസ്ലിം പേര് എഴുതി വെക്കൂ. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വാർത്ത നിങ്ങൾ പറിച്ചു വിട്ടു. ഏത് പറിച്ചു വിട്ടു? ഏത് ബ്രസീലിന്റെ പാകിസ്ഥാൻ പതാക പറഞ്ഞിട്ട്? 100%. ജനൻ TVയുടെ കൗണ്ടർ വേർഷനും അതേപോലെ കൊടുത്തു. വിഷയമല്ല, തെറ്റല്ല. 2 വേർഷനും അതേപോലെ കൊടുത്തു. 2 വേർഷൻസ് വന്നു. റിപ്പോർട്ടിന്റെ വേർഷനും കൊടുത്തു, ജനൻ TVയുടെ വേർഷൻ കൊടുത്തു. അത് കണ്ടില്ലേ? റിപ്പോർട്ട് അത് ഈ 2 വേർഷൻ ഉള്ളപ്പോ നമുക്ക് 2 കൊടുക്കാൻ പറ്റൂ. സുഹൃത്ത് ഇതിലേക്ക് വാ. ഞാൻ ചോദിച്ചത്, സുഹൃത്ത് ഇതിലേക്ക് വാ. അത് വെറും കൊടിയുടെ അല്ലേ? ഇത് ഒരു ഹിന്ദുവായ മനുഷ്യൻ, ഒരു RSSകാരനായ മനുഷ്യൻ മരിച്ചിട്ട്, ഞാൻ ചോദിച്ചത് സുഹൃത്ത് ഇതിലേക്ക്, സുഹൃത്ത് ശ്രദ്ധിക്ക്, സുഹൃത്ത് ശ്രദ്ധിക്ക്. ഒരു ഹിന്ദുവായ RSSകാരനായ സഹോദരൻ മരിച്ചിട്ട്, ജനൻ TV പറഞ്ഞു. ഞാൻ ന്യൂസ് കണ്ടു, അതില് പറയുന്നില്ല. അത് ഒന്ന് ഹോൾഡ് ചെയ്യൂ, ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യൂ, ഒരു സെക്കൻഡ്. നന്നായി വിളിച്ച, ഇപ്പൊ ഈ സമയത്ത് തന്നെ വിളിച്ചത് നന്നായി. ആയിക്കോട്ടെ. കേരള മോഡൽ എന്ന് പറഞ്ഞു നാരായണേട്ടനെ സംബന്ധിച്ചിടത്തോളം സംഘത്തിന്റെ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹം ഏറ്റുവാങ്ങാൻ ആരുമില്ല. ഇത് ജനൻ TVയിലെ വാർത്തയാണ്. അദ്ദേഹം സ്വയം സേവകനാണ്, RSSകാരനാണ്. സുഹൃത്തെ, ആലോചിക്കേണ്ടതേ, ആ മുസ്ലിം വിരോധം കാരണം ഒരു മുസ്ലിം സ്ത്രീ നന്മ ചെയ്തിട്ട് ആ നന്മ പോലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ആ വ്യക്തി ഒരു മെമ്പറാണ് ആണെന്നല്ലേ ഇപ്പൊ ജനൻ TV പറഞ്ഞത്? ജനൻ TV കള്ളം പറയേണ്ട കാര്യമുണ്ടോ? അല്ല, മെമ്പർ അല്ലേ ആ വ്യക്തി? അവർക്ക് കടമ അല്ലേ? അപ്പൊ വീട്ടുകാർക്ക് കടമയില്ലേ? RSSന്റെ മെമ്പർ ആയിരുന്നില്ലേ നാരായണേട്ടൻ? RSSന് കടമയില്ലേ? അവരെന്താ ചെയ്യാ? അതുകൊണ്ടല്ലേ സേവാഭാരതി നടപടി കർമ്മം ചെയ്ത്? എന്റെ സുഹൃത്തെ, സേവാഭാരതി അല്ല, ഷേഖ് സായദ് ഫൗണ്ടേഷൻ ആണ് ജില്ലാ ഭരണകൂടം വിട്ടുകൊടുത്തത്. നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങളെ പറ്റിക്കുകയാണ്. താങ്കളെ പോലുള്ളവരെ പറഞ്ഞു പറ്റിക്കുകയാണ്. ജനൻ TVയുടെ വാർത്ത വിശ്വാസമാണല്ലോ. ജനൻ TV കൊടുത്തിരിക്കുന്ന വാർത്ത നോക്കൂ സാറ്. ജനൻ TV കൊടുത്തിരിക്കുന്ന വാർത്ത വിശ്വാസമല്ലേ? ജനൻ TV കൊടുത്തിട്ടുണ്ട് പോലീസിന്റെ ഔദ്യോഗിക സ്ഥാനം. അതിൽ
ജനൻ ടി വി പോലും പറയുന്നത്, അല്ലെങ്കിൽ ജനൻ ടി വി കൊടുത്തിരിക്കുന്ന വാർത്തയെന്ന് വ്യക്തം, ഷേഖ് സായദ് ഫൗണ്ടേഷൻ ആണ് ജില്ലാ ഭരണകൂടം അത് വിട്ടുകൊടുക്കുന്നത്. പോലീസുകാരുടെ ലെറ്ററിൽ അത് കൃത്യമായിട്ടുണ്ട്. വിട്ടുകൊടുക്കുന്നത് പിന്നെ 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 ആരാ പിന്നെ സംസാരിക്കുന്നത്? അവർക്ക് വിട്ടുകൊടുത്താൽ പിന്നെ വേറെ ആരെങ്കിലും സംസ്കരിക്കൂ? സേവാജൻ അവിടെ വെച്ചല്ലേ സംസാരിക്കുന്നത്. സേവാഭാരതിയുടെ അല്ല, ഇതൊരു ക്രിമറ്റോറിയമാണ്. അതായത് അങ്ങനെയല്ല. അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലം. സേവാഭാരതിക്ക് ആ വിഷയത്തിൽ ക്രെഡിറ്റ് വേണമെങ്കിൽ സേവാഭാരതി ഇയാളെ നോക്കണമായിരുന്നു. ഇനി ഒരു കാര്യം കൂടെ, ഇനി ഒരു സെന്റ്, താങ്കൾക്ക് അതിന്റെ കള്ളത്തിന്റെ എക്സ്റ്റെന്റ് അറിയാനാണ്. സേവാഭാരതി ആംബുലൻസിലാണോ കൊണ്ടുപോയത്? പച്ചക്കള്ളം പറയുമല്ലേ? ആംബുലൻസ് നമ്മൾ നോക്കണമെന്നേ. ഞാൻ നോക്കിയതല്ല സേവാഭാരതി അത് കേട്ടില്ലേ? ഒരു സെന്റ് സുഹൃത്ത് നിൽക്കൂ, ഒറ്റ സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യൂ. താങ്കളും കൂടെ കേട്ടോ, ഞാൻ എന്തിനാ കള്ളം പറയാൻ? ഇതാണ് നെറേറ്റീവ്. എന്നിട്ട് വാങ്ങിയത് ആരാ? ഇർഫാന എന്നൊരു ജില്ലാ പഞ്ചായത്ത് അംഗം വന്ന് എന്നിട്ട് ചെടിയൊക്കെ ഒരുക്കി ഹൈന്ദവാചാര പ്രകാരം ഇതൊക്കെ ഒരുക്കി ഓട്ടോയിൽ തൊട്ടിരിക്കുന്ന രഘുവേട്ട് സേവാഭാരതിയുടെ ചുമതലയുള്ള ആൾ തൊട്ടടുത്തിരിപ്പുണ്ട്. സേവാഭാരതിയുടെ ആംബുലൻസിലാണ് ആ ഭൗതികദേഹം കൊണ്ടുവന്നത്. സേവാഭാരതി ആംബുലൻസിലാണ് ഭൗതികദേഹം കൊണ്ടുവന്നത്. മരിച്ചൊരു ഹിന്ദുവിനെ കൊണ്ടുപോലും കള്ളം പറയുന്നതിന് ഒരു നാണം വേണ്ടേ? സേവാഭാരതി ആംബുലൻസിലല്ല. ഞാൻ ഇപ്പോൾ ആംബുലൻസിന്റെ ഓണറിനോട് സംസാരിച്ചു. ഞാൻ ഇപ്പൊ നമ്പർ തരാം, വേണമെങ്കിൽ വിളിച്ചു ചോദിച്ചോ. ഞാൻ ഇപ്പൊ നമ്പർ തരാം, താങ്കൾ വിളിച്ചു ചോദിച്ചോ. ആ പച്ച കള്ളം പറയുവാണ്. അവിടെ ഒരു മുസ്ലിം ഫാമിലി സഫാസ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഇതാണ്. ഒരു മുസ്ലിം ഫാമിലി അവരാണ്, അല്ലെങ്കിൽ അവരുടെ ആംബുലൻസ് ആണ്, സ്വകാര്യ ആംബുലൻസ് ആണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് എന്തൊരു കള്ളമാണ് പറയുന്നതെന്നാണ്. നാളെ ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ഒരു മരിച്ചു കിടക്കുന്ന മൃതദേഹത്തോട് നമുക്ക് മിനിമം ഒരു മര്യാദ കാണിക്കണം. അത് വേണമെന്നോ, അത് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ കമ്മ്യൂണിസ്റ്റുകാരനോ വിശ്വാസിയോ അവിശ്വാസിയോ ആവട്ടെ, ഒരാൾ ഒരു നല്ല കാര്യം ചെയ്താൽ അതിനെ അഭിനന്ദിക്കുന്നതിന് പകരം സുഹൃത്തൊന്ന് ആലോചിച്ച് നോക്കാം, നാളെ നമുക്ക് ആർക്കും ഇത് പറ്റിക്കൂടെ? അപ്പൊ അത് ചെയ്തത് പച്ച കള്ളമല്ലേ? അല്ലേ? നിങ്ങൾക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? സഫാസ് ഏതെങ്കിലും സേവാഭാരതി ആംബുലൻസിൽ സഫാസ് എന്ന് എഴുതി വെക്കൂ. ഇല്ലല്ല, സേവാഭാരതി ആംബുലൻസ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. ഏതെങ്കിലും ഒരു ആംബുലൻസ് കൊണ്ടുപോകാൻ പോരെ? അയ്യോ, ധാരാളം മതി, ഒരു തെറ്റുമില്ല. പക്ഷെ സേവാഭാരതി ആംബുലൻസിൽ കൊണ്ടുപോകുന്നല്ലേ ജനൻ ടി വി പറയണേ? അല്ലേ? ഇപ്പം കേട്ടില്ലേ? ഞാൻ ലിങ്ക് വേണമെങ്കിൽ അയച്ചു തരാം. ഇത് വാട്സ്ആപ്പ് നമ്പറാണ്, ലിങ്ക് വേണമെങ്കിൽ അയച്ചു തരാം. ജനൻ ടിവിയുടെ വാർത്ത ഇപ്പം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. എന്തിനാണ് ഈ കള്ളം പറയുന്നത്? താങ്കളല്ല കേട്ടോ, താങ്കൾ കള്ളം പറഞ്ഞതല്ല പറഞ്ഞത്. ഒരാളൊരു നന്മ ചെയ്താൽ അത് അംഗീകരിച്ചൂടെ? ഒരു മുസ്ലിം സ്ത്രീ ആയതുകൊണ്ട് അത് അംഗീകരിക്കൂലേ? അതുകൊണ്ട് സുഹൃത്തെ ആലോചിക്കുക, ദൈവത്തെ ഓർത്ത് ആലോചിക്കുക. നമ്മുടെ രാജ്യം അങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണ്. നാളെ ഏതെങ്കിലും മുസ്ലിമിന് പറ്റിയാൽ നമ്മൾ സഹായിക്കണം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് പറ്റിയാൽ നമ്മൾ സഹായിക്കണം. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇത് ആലോചിക്കുക. ഇതിന് രാഷ്ട്രീയം കാണരുത്. ഒരു ഹിന്ദു മരിച്ച സംഭവമാണ്, ക്രിസ്ത്യാനി അല്ല, മുസ്ലിം അല്ല, ഒരു ഹിന്ദു മരിച്ച സംഭവമാണ്. അതുകൊണ്ട് സ്വാമി ശരണം, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ.